ചില മനുഷ്യരൊക്കെ അങ്ങനെയാണ്. അവർക്ക് എല്ലാ കാര്യത്തിലും കുറ്റങ്ങൾ കാണാനേ പറ്റൂ. അതിനപ്പുറത്തേക്കുള്ള നന്മയെക്കുറിച്ചോ പുണ്യത്തെക്കുറിച്ചോ ചിന്തിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. അതാണ് ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത്. യേശു ഊമനായ ഒരു പിശാച് ബാധിതനെ ബഹിഷ്കരിക്കുകയാണ്. പെട്ടെന്ന് പിശാച് പുറത്തുപോയപ്പോൾ അവൻ സംസാരിച്ചിറങ്ങുന്നെന്നാണ് വചനം പറയുന്നത്. ജനങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു. അതിനുശേഷം ഈ ഊമനെക്കുറിച്ചോ ജനങ്ങളെക്കുറിച്ചോ അല്ല സുവിശേഷം വിവരിക്കുന്നത്, മറിച്ച് 2 കൂട്ടരെക്കുറിച്ചാണ്. ഒരു കൂട്ടർ പറഞ്ഞു, ഇവൻ ബെൽസബൂലിനെ കൊണ്ടാണ് ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ചിലരാണെങ്കിൽ യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചു, സ്വർഗത്തിൽ നിന്ന് നീ ഞങ്ങൾക്കൊരു അടയാളം കാണിച്ചതാ, ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കാനായിട്ട്. 2 കൂട്ടരാണ്, ഡിബേറ്റാണ്. ഒരു വലിയൊരു കൂട്ടം അവിടെ ഉണ്ടായിരുന്നു, അവനെ വിശ്വസിച്ച് അവൻ്റെ പ്രവൃത്തിയിൽ അത്ഭുതം കണ്ട ഒരു കൂട്ടർ. ഒരാളുണ്ടായിരുന്നു അവൻ്റെ അത്ഭുതം സ്വീകരിച്ച ഒരാൾ. അവന് നന്ദി പറയാനൊരു അവസരം ഉണ്ടാകണം, പക്ഷെ ഉണ്ടായില്ല. ഈ ജനങ്ങൾക്ക് അവൻ്റെ അത്ഭുതത്തിൽ വിശ്വസിച്ച് അവനെ കുറച്ചും കൂടി അടുക്കാനൊരു അവസരം ഉണ്ടായിരുന്നു, അതും സംഭവിച്ചില്ല. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നേരെ തിരിഞ്ഞു. ഒരു നെഗറ്റീവ് പെർസ്പെക്റ്റീവിലോട്ട് ഗോസ്പൽ തിരിയുകയാണ്. ഇവൻ്റെ ഈ അത്ഭുതത്തെയും അടയാളങ്ങളെയും കണ്ട വേറെ 2 കൂട്ടരിന്ന് തർക്കിച്ചിറങ്ങി അവൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്. എത്ര നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട നിമിഷമാണ് പെട്ടെന്ന് ഏറ്റവും മോശപ്പെട്ട നിമിഷമായി മാറിയത്. യേശു വലിയൊരു അത്ഭുതം ചെയ്യുന്ന നിമിഷത്തിൽ ഇവിടെ എന്തുമാത്രം നന്മ കാണാനുള്ള സമയമുണ്ട്. ഒരുവൻ്റെ ഇത്ര നാളത്തെ ഒരു രോദനം മാറിക്കിട്ടുന്നു. കുറേ മനുഷ്യർക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കാനും അതിനെ സ്തുതിക്കാനുമുള്ളൊരു അവസരം കിട്ടുന്നു. എന്നാൽ ഈ കാര്യങ്ങളിലോട്ടൊന്നും ശ്രദ്ധ പോകുന്നില്ല, മറിച്ച് ശ്രദ്ധ പോയത് ഒരു നെഗറ്റീവ് എനർജിയിലോട്ടാണ്. 2 കൂട്ടരുടെ യേശുവിൻ്റെ അത്ഭുതത്തിനെതിരായുള്ള സംസാരത്തെക്കുറിച്ച്, അവൻ്റെ ജീവിതത്തിനെതിരായുള്ള സംസാരത്തെക്കുറിച്ച്. ചില മനുഷ്യരൊക്കെ ഇങ്ങനെയാണെന്ന് ആദ്യമേ പറഞ്ഞത് അതുകൊണ്ടാണ്. നല്ലൊരു കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അവർ നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യും. ഈ ദോഷേകതൃക്കും ഗുണേകതൃക്കും എന്ന് 2 വാക്ക് കേട്ടിട്ടുണ്ടാകും. ചിലരൊക്കെ എന്തിലും നന്മ മാത്രം കാണുന്നവരാണ്, ചിലരൊക്കെ എന്തിലും കുറ്റം മാത്രം കാണുന്നവരാണ്. ഈ കുറ്റം മാത്രം കാണുന്നതിൻ്റെ ഒരു പ്രത്യേകത, ഏതൊരു നല്ല അവസരത്തിലും അവർക്ക് പറയാൻ 100 കുറ്റങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്നവരും ആ കുറ്റത്തിലേക്ക് പോവും. പിന്നീട് ആ സിറ്റുവേഷൻ വളരെ മോശമായി തീരും. എൻ്റെ ഗോസ്പലിൽ സംഭവിച്ചത് അതാണ്. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു, എല്ലാവർക്കും ഒത്തിരി സന്തോഷിക്കാൻ ഇടമുണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ട് പ്രതിഫലിച്ചു. യേശു പിന്നീട് അതിന് മറുപടി കൊടുക്കേണ്ടി വരുന്നു. അത് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നില്ല ആ മറുപടി. അതുകൊണ്ട് തന്നെ ആ അറ്റ്മോസ്ഫിയർ അല്പം മോശമായിപ്പോയി. ഇങ്ങനെയൊക്കെ ചില മനുഷ്യർ ക്രിസ്തുവിൻ്റെ പിന്നാലെ എപ്പോഴും ഉണ്ടായിരുന്നു. ഈ ഗോസ്പൽ വായിക്കുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ ഓടി നടന്ന് ചെയ്യുന്നുണ്ട്. ഒത്തിരി നമ്മളുടെ ജീവിതം കൊണ്ട് അനേകർക്ക് സൗഖ്യവും അനേകർക്ക് നന്മകളും പുണ്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ വേറൊരു കൂട്ടരുണ്ട്, നമ്മളുടെ ഈ പ്രവൃത്തികളൊക്കെ കുറ്റം മാത്രമായി കാണുന്നവർ, നമ്മൾ ഒത്തിരി ക്രിട്ടിസൈസ് ചെയ്യുന്നവർ, ഒരു നന്മയും കാണാത്തവർ. നമ്മളെവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ഈ തപസ് കാലത്ത് ഏതെങ്കിലുമൊക്കെ ഒരു നന്മ ചെയ്തവരായിരിക്കും തീർച്ചയായിട്ടും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഈ നന്മയെപ്പോലും എത്ര പേര് ചോദ്യം ചെയ്യുന്നുണ്ടാകും? നല്ലതാകണമെന്നുള്ള തീരുമാനത്തെപ്പോലും എത്ര പേര് കളിയാക്കിയിട്ടുണ്ടാകും? ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെപ്പോലും നിരുത്സാഹപ്പെടുത്തുന്ന കുറേ മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. ഡോണ്ട് ഫോക്കസ് ഓൺ ദം. നന്മയിലേക്ക് കുറച്ചും കൂടെ ശ്രദ്ധ പതിപ്പിക്കണമെന്ന് തോന്നുന്നു. യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായിരുന്നു. ചിലയിടത്തൊന്നും ക്രിസ്തു മറുപടി കൊടുത്തിട്ടില്ല. കൊടുത്തിടത്ത് വളരെ ഷാർപ്പായിരുന്നു, കൊടുക്കേണ്ടിടത്ത് അവൻ മറുപടി കൊടുത്തിട്ടില്ല. നമ്മുടെ ജീവിതത്തിലും ചിലയിടങ്ങൾ മാത്രമാണ് മറുപടി അർഹിക്കുന്നത്, ചിലയിടങ്ങൾ മറുപടി പോലും അർഹിക്കുന്നില്ല. അതുകൊണ്ട് ചെയ്യേണ്ട നന്മകളൊക്കെ അവസാനം വരെ ഇങ്ങനെ ചെയ്ത് കടന്നു പോവുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ മനോഹാരിത. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത അതായിരുന്നു. ക്രിസ്തു ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായി ചെയ്തു, ഈ ഭൂമിയിൽ നിന്നും വളരെ മനോഹരമായി കടന്നുപോയി. അതുകൊണ്ട് തന്നെ ഈ ഭൂമിക്ക് ക്രിസ്തു നൽകിയ വലിയൊരു പാഠം ഇതാണ്: ചെയ്യേണ്ട നന്മകളൊക്കെ ഇടവിടാതെ ചെയ്തുകൊണ്ടിരിക്കുക. കുറ്റങ്ങളും കുറവുകളും പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. എവിടേക്കോ നിങ്ങളുടെ നന്മകളൊക്കെ ആഞ്ഞടിച്ച് പ്രതിഫലമായി മാറും, നിങ്ങൾ ഓർക്കാത്ത സമയത്ത്, ചിന്തിക്കാത്ത സമയത്ത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.